എല്ലാം. അപ്പൊ ഇന്നൊരു നാടൻ പലഹാരമാണ് നമ്മളുടെ ചുട്ടെടുത്ത ഇലയട. വൈകുന്നേരത്തൊക്കെ കട്ടൻ ചായയുടെയും കട്ടൻ കാപ്പിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പൊ നമ്മൾ ചുട്ടെടുക്കുന്നതിനും ആവിയിൽ വേവിച്ചെടുക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഈ അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അട എത്ര വേണം എന്നതിനനുസരിച്ച് ഗോതമ്പ് മാവ് എടുക്കുക. ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലുള്ള അട ഉണ്ടാക്കിയെടുക്കാൻ ഗോതമ്പ് മാവ് തന്നെയാണ് ടേസ്റ്റ്. ഇപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു ലൂസിൽ കുഴച്ചെടുക്കുക. ഇലയിൽ നമ്മൾ പരത്തിയെടുക്കാൻ പാകത്തിന്. ഇപ്പം മാവ് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. നമുക്ക് ഇലയിൽ വെച്ചിങ്ങനെ പരത്തിയെടുക്കുന്ന ആ ഒരു പാകം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയും എടുത്തിട്ടുണ്ട്. ഇപ്പം ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 കഷ്ണം ഏലക്കയും 1 ടീസ്പൂൺ നല്ല ജീരകവും ചെറിയൊരു കഷ്ണം ചുക്കും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പം പൊടിച്ച ചുക്കും ജീരകവും എല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ശർക്കര കൂട്ടിയിട്ടാണ് ഇത് പൊടിച്ചെടുത്തത്. ഇപ്പം ഏലക്ക മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകവും ചുക്കുപൊടിയും കൂടെ ചേർത്തതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചുക്കൊക്കെ ചേർത്താൽ മതിയാകും. അപ്പം ഇത് ഏലക്കയും ചുക്കും ഒന്നും ഇട്ടില്ലേലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മധുരമൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. മാവ് നമുക്ക് വാഴയിലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല കട്ടി ഉറച്ചിട്ട് പരത്തിയെടുക്കുക. വാഴയിലയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള മാവ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കിത് മടക്കിയെടുക്കാം. മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതേപോലെ പരത്തിയെടുത്താൽ ഈസി ആയിട്ട് നമുക്ക് പരത്താൻ സാധിക്കും. ഇപ്പം അടയെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗവിലൊരു ദോശക്കല്ല് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അട വന്ന് ഈ കല്ലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കല്ല് നല്ല ചൂടായതിന് ശേഷം വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വെയിറ്റ്, ഇതിൻ്റെ ഒന്ന് അമങ്ങിയിരിക്കാൻ പാകത്തിനൊരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഈ തേങ്ങാമുറിയാണ് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വാഴയില പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല. അപ്പം മിതമായിട്ടുള്ള ഒരു തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ ദോശക്കല്ലോ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലത്. പിന്നെ മൺചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇതേപോലെ ദോശക്കല്ലിൽ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് വരട്ടെ, അതിനുശേഷം നമുക്കിത് മറിച്ചിടാം. ഇപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. അപ്പം ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതേപോലെ തന്നെ കൂടെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടല്ലേ ഇത് വേവിച്ചത്. ഇനി നമുക്കിത് ഈ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഇവിടെയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ അട നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മളുടെ ചുട്ടെടുത്ത ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയാണ് ഇത് കേട്ടോ അത് കഴിക്കാൻ.
നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതിന് വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ ചുട്ടെടുക്കുന്നതിനും വേറൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്